ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ ലോങ് വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല. വേറെ എന്ത് പൊന്നൂനെന്തോ സങ്കടം വന്നു കേട്ടോ. എൻ്റെ സ്കിൻ ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ എന്നോട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാളും കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയി എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പോയി അല്ലെങ്കിൽ സ്കിൻ ഫുൾ ക്ലിയർ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാൻ പോണേ കേട്ടോ. അപ്പോൾ എൻ്റെ കറൻറ്റ് സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ. ഇതൊന്നും പിമ്പിൾസ് അല്ല, ജസ്റ്റ് പാടാണ്. ഇതുപോലെ ആയിരുന്നില്ല, അതുക്കു മേലെയായിരുന്നു. ഇവിടെ ദേ ഇപ്പോൾ ഒരു പിമ്പിളാട്ടോ. ഇത് എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വന്നോട്ടെ ഒരു കുഴപ്പമില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് സ്പോട്ടായിട്ട് മാറുന്നതാണ് ഭയങ്കര സങ്കടം. ഇവിടെയൊക്കെ ഒരു ഭയങ്കര ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഫെയ്ഡായി പോയി. ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ, എങ്ങനെയായിരുന്നു എൻ്റെ സ്കിൻ മുന്നേ. ഇപ്പോൾ കറൻ്റ് ആയിട്ടുള്ള സ്കിൻ ഇങ്ങനെയാട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്നതും സ്കിൻ കെയറിനെ കുറിച്ചിട്ടൊക്കെ ഇടാണ്ടിരുന്നതും എന്താ പറയുക, നിറച്ച് പിമ്പിൾസും നിറച്ച് ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് ഞാനൊരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വന്നത്. ഞാൻ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോ ഇടാം, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിമ്പിൾസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഇപ്പോൾ ഇവിടുത്തെ പിമ്പിൾസൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പിമ്പിൾസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. അത് ജസ്റ്റ് ഫെയ്ഡായിട്ട് ഇപ്പോൾ ഇത് റെഡിഷ് കളർ ആയതാട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ മാത്രം ഒരു പിമ്പിൾ, ഇവിടുത്തെ ഇതൊക്കെ പോയി എല്ലാം. ഞാൻ കുറച്ച് പിക്സ് കൊടുക്കാം കേട്ടോ, ബിഫോർ എങ്ങനെയായിരുന്നു സ്കിൻ എങ്ങനെയായിരുന്നു ആഫ്റ്റർ ഇപ്പം എങ്ങനെയാണെന്നുള്ളതും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീൻ, ലൈക്ക് പിമ്പിൾസ് പോകാനും പാട് പോകാനും ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കാട്ടിത്തരണ്ടേ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റാണ് കാട്ടിത്തരാൻ പോണേ. ഇത് നമ്മുടെ ഗ്ലാമി ഗംഗ ഉണ്ടല്ലോ, നമ്മുടെ യൂട്യൂബർ, ആളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആളുടെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ കാണാം. അപ്പം ഞാൻ അത് കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാട്ടോ. ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ പിമ്പിൾസ് ആക്റ്റീവായിട്ടുള്ള കുറേ പിമ്പിൾസ് ഉള്ള സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല, കാരണം ഇതൊരു വിറ്റമിൻ സി ആണ്. അപ്പോൾ നമുക്ക് എന്താ പിമ്പിൾസ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണ് എനിക്കുള്ളത് കേട്ടോ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ യൂഷ്വലി ഞാൻ കേട്ടേക്കണത് നമ്മൾ ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വിറ്റമിൻ സി അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ആകെ ഒരു പിമ്പിൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു 1 to 2 ഡ്രോപ്സ് ഞാൻ ഇടും കേട്ടോ. മുഖത്ത് ഞാൻ മേക്കപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ആകെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം മാത്രമായിട്ട് യൂസ് ചെയ്താണ്. എന്നിട്ട് ഇത് വിറ്റമിൻ സി ആണ്, ഇത് നമ്മളെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു 2 to 3 ഡ്രോപ്സ്. ഇതിപ്പോൾ ഒന്നും ആവാത്ത പോലെ ഇതിനധികം എൻ്റെ ഫേസ് മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, എന്നാലും ഇത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് ഫേസിൽ ഇത്തിരി ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യം ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുണ്ടെന്ന്. അതുവരെ കൺട്രോൾഡ് ആയിട്ട് നേരേക്ക് പോകുന്നുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മണ്ടത്തരം ചെയ്തതിന് ശേഷം പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇപ്പോഴാണൊന്ന് കാം ഡൗൺ ആയിക്കണേ.
അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അപ്പം തന്നെ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യല്ല വേണ്ടേ. ഒരു 1 to 2 minutes ഒന്ന് സെറ്റ് ആവാൻ കൊടുക്കുക. ഞാൻ പണ്ട് ഈ പറയണ ഞാൻ തന്നെ അങ്ങനെയൊന്നുമല്ലായിരുന്നു കേട്ടോ. ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞ് ഇതിപ്പോൾ തേച്ച് കഴിഞ്ഞു, അടുത്തത് അപ്പോഴേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയല്ല, നമ്മളത് ഫേസിലൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുക്കാം. പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഇപ്പോൾ യൂസ് ചെയ്ത അത്രയും നാൾ നല്ല ഫേസിൽ നല്ല ഗ്ലോയും മീൻസ് അതൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിമ്പിൾസ് ഉള്ള സമയത്ത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ വേറെ പ്രൊഡക്ട്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിമ്പിൾസ് മാറാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിമ്പിൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് നാൾ പിമ്പിൾസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ഒരു 2 days ഒക്കെ യൂസ് ചെയ്തപ്പോഴേക്കും ഫേസ് ഒന്ന് നല്ല ഒന്ന് എന്താ പറയുക ഉദിച്ച് നിൽക്കണ പോലെ, കുറച്ച് ഒന്ന് എന്താ പറയുക ടയേർഡായിട്ടുള്ള ഫേസ് ഒന്ന് ജസ്റ്റ് ഗ്ലോ കിട്ടിയ പോലെയൊക്കെ തോന്നി. ഇത്തിരി ബ്രൈറ്റ്നെസ് ഒക്കെ വന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം എന്താണെന്ന്, ഈ പ്രൊഡക്റ്റ് തന്നെയാണെന്ന്. പിന്നെ വാവി ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഉറക്കം ശരിയല്ല, മീൻസ് ഇൻ ബിറ്റ്വീൻ എണീക്കേണ്ട വരും. പിന്നെ ഒറ്റയ്ക്കാണ് നോക്കണേ, അപ്പോൾ ഫുൾ ടൈം നോക്കണമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കണം, ഇടയ്ക്ക് ടയേർഡാവും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളാവാറുണ്ട്. ഡള്ളാവാറെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഡള്ളാവാറുണ്ട്. ലൈക്ക് ഞാൻ പിന്നെ പിമ്പിളുടെ മാത്രം ക്രീം മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഈ ഗ്ലോ കിട്ടാനുള്ളതും അതൊന്നും യൂസ് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ മുഖമൊക്കെ ആകെ എന്താ പറയുക ഒരു വെയിൽ കൊള്ളണില്ല, കാര്യങ്ങളൊന്നും ചെയ്യണില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് സ്കിൻ കെയർ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ തോന്നാറില്ല. കാരണം നമുക്ക് ടൈം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫേസൊക്കെ ഭയങ്കര ഡള്ളായി, എന്തോ വെയിൽ കൊണ്ട് എന്തോ പണിയെടുത്ത് ഭയങ്കര എന്താ പറയുക ആകെ ടാൻ അടിച്ച പോലെയൊക്കെയാണ് വീട്ടിലിരുന്നിട്ട് തന്നെ, മീൻസ് ടയേർഡായിട്ടേ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഞാൻ വീണ്ടും ഞാൻ കൊറിയൻ പ്രൊഡക്ട്സ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യണേ. ഞാൻ മുന്നേ നമ്മുടെ ഷിക് ന്യൂട്രിക്സിൻ്റെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്കൊന്ന് വേറെ പ്രൊഡക്ട്സ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാനിപ്പോൾ കൊറിയൻ പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യണേ. എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ടാണ് വീണ്ടും ഞാൻ നമ്മുടെ എന്താ പറയുക സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ തന്നെ എനിക്ക് ഫേസിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയി ഒരു എന്താ പറയുക ഗ്ലോവും കാര്യങ്ങളൊക്കെ വന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാൻ. പിന്നെ നമ്മുടെ എപ്പോഴുള്ള സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻറ്റ് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും മടി ഇതാക്കില്ല. എനിക്ക് ഇത്തിരി ടൈം കിട്ടിയ സമയത്ത് ഞാൻ വേഗം ഓടിപ്പാഞ്ഞ് പെടഞ്ഞു വന്നു നമ്മൾ സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. അത് വേറെ ഒന്നുമല്ല, ഗൂഡാലിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ. ഞാൻ പേര് പറയാൻ മറന്നുപോയി. ഗൂഡാൽ ഗ്രീൻ ടാൻജറിൻ വിറ്റാസി ഡാർക്ക് സ്പോട്ട് കെയർ സിറമാണ്. അപ്പം ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിലും ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാക്കാം. അല്ലെങ്കിലും ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ വേറെ ആയിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫേസിലൊന്നും സിങ്കായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോൾ കുറേ മാസങ്ങളായി, ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുണ്ടാവും ഇത് യൂസ് ചെയ്യും. 5-6 മാസമായിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണ പ്രൊഡക്റ്റാണ്. ഒരു മിനിറ്റ്. അപ്പോൾ 5-6 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ കോസാറക്സിൻ്റെ അഡ്വാൻസ് നെയിൽ 96 മ്യൂസിൻ പവർ എസെൻസ് കേട്ടോ. ഇത് കഴിഞ്ഞു, ബോട്ടിൽ കഴിഞ്ഞു. എന്നാൽ ഞാൻ പുതിയ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക സ്കിൻ ഭയങ്കരമായിട്ട് മാറി മറയും, അല്ലെങ്കിൽ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന്
ഒരു നല്ലൊരു ഗ്ലോ കിട്ടും, ഒരു ഹൈഡ്രേറ്റിംഗ് ഫീലാണ്. അല്ലാണ്ട് ഈ പിമ്പിൾസും ഈ ഡാർക്ക് സ്പോട്ട്സും കംപ്ലീറ്റ്ലി ഫുള്ളി എലിമിനേറ്റ് ആയി പോകുന്നോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഈ പ്രൊഡക്റ്റ് കൊണ്ട്. പക്ഷെ നമുക്കൊരു ഗ്ലോ കിട്ടും, നമ്മുടെ സ്കിൻ ബാരിയേഴ്സൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യണ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ അല്ല കൺസീലർ ഇട്ടിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ മേക്കപ്പ് വീഡിയോയിൽ കണ്ടോര് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് ഫുള്ള് അടിപൊളിയായിട്ട് ഒരു നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ഗുണമാണ് ആ പ്രൊഡക്റ്റ് കൊണ്ട്. ഇപ്പോൾ പൊന്നും അപ്പോൾ അതെടുത്ത് ഇപ്പോൾ പൊട്ടിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ UAE ദുബായിലാണ്. അപ്പോൾ ഞാനിവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് കേട്ടോ. പിന്നെ നാട്ടിലാണെങ്കിൽ മാക്രോണി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് പറയുന്നുണ്ട്, അവിടെ നിന്നൊക്കെ ഈ കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ നിന്നൊക്കെ എല്ലായിടത്തും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ മാക്രോണിയിൽ നിന്ന് നല്ല ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മേടിക്കും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ പ്രൊഡക്ട്സ് മേടിക്കണേക്കാട്ടും മുന്നേ ജസ്റ്റ് അതിൻ്റെ റിവ്യൂസ് നോക്കും, പിന്നെ അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ നോക്കും ഈ പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഫേക്ക് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് പരമാവധി മേടിക്കാറില്ല. പിന്നെ മീൻസ് നല്ല യൂസ്ഫുള്ളാണ്, നല്ല പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ പ്രൊഡക്ട്സ് മേടിക്കാറുള്ളൂ. കാരണം അവർ ആമസോണിൽ നിന്നും മേടിച്ചിട്ടാലോ അവർക്ക് ഇങ്ങനെ ഫേക്കും ഇതൊക്കെ പ്രൊഡക്ട്സ് ഇതാവണേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേക്കാണോ അല്ലേന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും പൊണ്ണു. അപ്പോൾ ഇത് ഫേക്കാണോ അല്ലേന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം കുറച്ച് അപ്ലിഫ്റ്റഡ് ആയിട്ടാണ് ഈ സൈഡ് ഭാഗം, അല്ലാണ്ട് കറക്റ്റ് സ്ട്രേറ്റ് അല്ല. ഇവിടെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലേബിളിൻ്റെ കളറാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കളറാണ്, ഒരു എന്താ പറയുക ഡാർക്ക് യെല്ലോ അല്ല, ഒരു ലൈറ്റ് കളർ യെല്ലോ ആണ്. പിന്നെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ ഫേക്ക് പ്രൊഡക്ട്സ് ആണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാട്ടോ. ഇത് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ അതുമാത്രമല്ല ലേബിൾ ഇത്തിരി ഭയങ്കര യെല്ലോ കളറായിരിക്കും. പിന്നെ ഒരു വാട്ടറി ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. ഇതാണെങ്കിൽ വാട്ടറി ലൈക്ക് കൺസിസ്റ്റൻസി അല്ല, കണ്ടോ ഇതുപോലത്തെയാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടും കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ ഇതേ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാട്ടറി പോലെ ഒന്നുമല്ല, കണ്ടോ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെയാണ്. ഇതും ഇനി ഞാൻ കാട്ടാൻ പോണ അടുത്ത പ്രൊഡക്റ്റും അടിപൊളി കോംബോ കേട്ടോ, സൂപ്പർ കോംബോ ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 പൊണ്ണു. അപ്പോൾ എന്താ പറയാൻ വന്നത്, അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം ആക്സിസ് വൈ എന്ന് പറഞ്ഞിട്ട്. ഇതിലാണെങ്കിൽ നയാസിനമൈഡ് ഉണ്ട്, നമുക്ക് ഡാർക്ക് സ്പോട്ട്സും സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ നയാസിനമൈഡിൻ്റെയും ഇതും അതുപോലെ തന്നെ വിറ്റമിൻ സി യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കോസാറെക്സിൻ്റെ അഡ്വാൻസ് നെയിൽ മ്യൂസിൻ യൂസ് ചെയ്തോ, പിന്നെ പിമ്പിൾ ക്രീമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് സ്പോട്ട്സിനുള്ള ക്രീം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാണെങ്കിൽ പിമ്പിൾ ഇല്ലാത്ത സമയത്താണ് ഈ സ്കിൻ കെയർ യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം ഒരു 2 പംപ്സ് എടുക്കും. എല്ലായിടത്തും ഈവൻലി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അവിടെ എന്താ ചെയ്യണത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട്.
എനിക്കിത് തേച്ചിട്ട് പേഴ്സണലി നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ യൂസ് ചെയ്താലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഫേസ് ഒന്ന് ഒത്തിരി ബ്രൈറ്റൻ ചെയ്യണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിറ്റമിൻ സിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഇത്രയും കൂടി ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിറ്റമിൻ സിയുടെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ യൂസ് ചെയ്താലും നല്ല ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സിറങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആവട്ടോ. സ്കിന്നിൽ ഓയിൽനെസ്സോ അങ്ങനെ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവട്ടോ. അതാണ് ഞാൻ ഈ സിറങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പിമ്പിൾ ക്രീമാട്ടോ. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരെണ്ണം ഇടുന്നതായിരിക്കും. ഈ പിമ്പിൾ ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ് പിമ്പിൾസ് ഉള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പിമ്പിൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും. ടച്ച് ചെയ്യാൻ പാടില്ല യൂഷ്വലി ഇങ്ങനെ സ്കിന്നിന്, പക്ഷെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പിമ്പിൾസ് എവിടെയാണെന്ന് കാണില്ല. അപ്പോൾ ഇത് ഇവിടെയാണ് ആക്റ്റീവായിട്ടുള്ളൊരു പിമ്പിൾ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ മാത്രം ജസ്റ്റ് പിമ്പിൾസ് ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് എഴുതിയിട്ട് ഇത് അടിപൊളിയാട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഈ ക്രീമിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ക്രീമിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബോജൽ എന്നാണ് ക്രീമിൻ്റെ പേര്. ഇതിലവർ ഇൻസ്ട്രക്ഷനിൽ എഴുതിയിട്ടുണ്ട് 2 to 3 times നമുക്കിത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെയിലി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ എഫക്റ്റഡ് ഏരിയയിൽ ഒരു 2 to 3 times അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 2 to 3 times, ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ട്യൂബാട്ടോ. ഫസ്റ്റ് ട്യൂബ് ഇവിടെ ഉണ്ടായിരുന്നു, ഫോൺ എടുത്ത് എവിടെയോ കളിച്ചിട്ടുണ്ട്, അവന് കണ്ണ് തെറ്റി തീർക്കലാണ് പണി കേട്ടോ. അപ്പോൾ ഇതൊരു 2 to 3 times നമ്മൾ ഇത് ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊക്കെ തന്നെ ഈ പിമ്പിൾസ് ഫുള്ള് കംപ്ലീറ്റ്ലായിട്ട് പോവും. പിന്നെ പിമ്പിൾസ് മാറാനാണ് ബുദ്ധിമുട്ട്, അതിന് ഞാൻ ഈ ഡാർക്ക് സ്പോട്ട് ഗ്ലോ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്കിന്നിന് ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ക്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി യൂസ് ചെയ്യണത് കോസി കെയർ എന്ന് പറഞ്ഞൊരു ക്രീമാണ്. അത് ഞാൻ ഈ പിമ്പിൾസ് ഉള്ള സ്ഥലത്തൊക്കെ മീൻസ് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ GT മൈൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള അതും നല്ല ക്രീമാട്ടോ. അപ്പോൾ അത് ഈ പിമ്പിൾസ് മീൻസ് ഈ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ടൊക്കെ കുറയാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഈ സിറമും കാര്യങ്ങളും അതിൻ്റെ മേലെ കൂടെ മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ബട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മുടെ ഹിമാലയയുടെ അലോവേറ ഫേസ് ആൻഡ് ബോഡി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ മോർണിംഗിൽ ഇത് തന്നെയാണ്, ഈവനിങ്ങിലും സെയിം സ്കിൻ കെയർ ആണ്. ചില വിറ്റമിൻ സി സ്കിൻ കെയർ വേണമെങ്കിൽ നൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ മീൻസ് വിറ്റമിൻ സി രാത്രി അങ്ങനെ യൂസ് ചെയ്യാറില്ല, നയാസിനമൈഡാണ് മീൻസ് നമ്മളുടെ ആക്സിസ് ബൈ ഗ്ലോ സിറം ആട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ സ്കിൻ കെയർ പിമ്പിൾസ് പോകാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ വേറെ റിവ്യൂസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ.